My dear students, Dr. James Taylor Kent രചിച്ച ലെക്ചേഴ്സ് ഓൺ ഹോമിയോപ്പതിക് മെറ്റീരിയ മെഡിക്ക എന്ന പുസ്തകത്തെ അടിസ്ഥാനമാക്കിയുള്ള യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. നമ്മളതിലെ ആഴ്സനിക്കം ആൽബം എന്ന അധ്യായത്തെക്കുറിച്ചാണ് കഴിഞ്ഞ 9 എപ്പിസോഡുകളിലായി പറഞ്ഞു വന്നിരുന്നത്. നമുക്ക് അതിൻ്റെ അടുത്ത എപ്പിസോഡിലേക്ക് നമുക്ക് പ്രവേശിക്കാം. When we come to the stomach, we find everything that may be called a gastritis, vomiting of everything taken, even a teaspoonful of water, extreme irritation of the stomach, great prostration, horrible anxiety, dry mouth. A very little hot water will sometimes comfort him for a minute, but soon it must come up. Cold fluids are vomited immediately. ഉണ്ടോ? വയറിൻ്റെ പ്രശ്നങ്ങൾ എന്ത് ചെന്നാലും ഛർദ്ദിക്കുന്ന ദിവസം ഒരു സ്പൂൺ വെള്ളം കുടിച്ചാൽ പോലും ഛർദ്ദിക്കുക. സ്റ്റൊമക്കിൻ്റെ എക്സ്ട്രീം ഇറിറ്റേഷൻ, ഗ്രേറ്റ് പ്രോസ്ട്രേഷൻ ഉണ്ടോ, കടുത്ത ക്ഷീണം, ഹൊറിബിൾ ആങ്സൈറ്റി, ഡ്രൈ മൗത്ത്. എ വെരി ലിറ്റിൽ ഹോട്ട് വാട്ടർ വിൽ സംടൈംസ് കംഫർട്ട്. ചിലപ്പോൾ അല്പം ചൂടുവെള്ളം അല്പനേരം കംഫർട്ട് ഉണ്ടാകാം ചൂടുവെള്ളം, പക്ഷേ വളരെ വേഗം അതും പുറത്തു വരും. കോൾഡ് ഫ്ലൂയിഡ് ആണെങ്കിലോ അപ്പം തന്നെ ഇമ്മീഡിയറ്റ് ഛർദ്ദിക്കണം. അപ്പോൾ ചൂടുവെള്ളം കുറച്ച് നേരത്തേക്ക് ആശ്വാസം കിട്ടും, തണുത്ത വെള്ളം ഒട്ടുമില്ല. പിന്നെ ചില മരുന്നുകളിൽ എനിക്ക് തോന്നുന്നു ഫോസ്ഫറസിലാണെന്ന് തോന്നുന്നു, തണുത്ത വെള്ളം കുടിച്ച് വയറ്റിൽ ചെന്ന് ചൂടായി കഴിഞ്ഞാൽ വൊമിറ്റ് ചെയ്യുക. അപ്പോൾ തേഴ്സ്റ്റിൻ്റെ വളരെ സൂക്ഷ്മമായിട്ടുള്ള വ്യത്യാസങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. The whole esophagus is in a state of inflammation. Everything burns that comes up or goes down. ഈ അന്നനാളത്തിൻ്റെ മൊത്തം ഇൻഫ്ലമേഷനാണ്. പുറത്തേക്ക് വരുന്നതും ഛർദ്ദിരോഗമായിട്ട് പുറത്തേക്ക് വരുന്നതും അകത്തേക്ക് വരുന്നതും ഒക്കെ ബേണിങ്ങാണ്. ആർസനിക്കിൻ്റെ ജനറൽ കണ്ടീഷൻ അവിടെയും എസ്റ്റാബ്ലിഷ്ഡാണ്. വൊമിറ്റിംഗ് ഓഫ് ബൈൽ ആൻഡ് ബ്ലഡ്, ബൈലും ബ്ലഡും വൊമിറ്റിങ്ങും. എക്സ്ട്രീം സെൻസിറ്റിവിറ്റി ഓഫ് ദ സ്റ്റൊമക്ക് ഈസ് പ്രസൻറ്റ്. ഹി ഡസ് നോട്ട് വാണ്ട് ടു ബി ടച്ച്. തൊടാൻ പോലും പറ്റില്ല, വയറിൻ്റെ അത്രയ്ക്ക് സെൻസിറ്റീവാണ്. ഹീറ്റ് അപ്ലൈഡ് എക്സ്റ്റേണലി റിലീവ്സ്. പുറമേ ചൂട് പിടിച്ച റിലീഫുണ്ട്. ആൻഡ് ദർ ഇസ് എ ടെമ്പററി റിലീഫ് ഫ്രം വാം ഡ്രിങ്ക്സ്. നേരത്തെ പറഞ്ഞ മാതിരി ദ ഹീറ്റ് ഈസ് ഗ്രേറ്റ്ഫുൾ. കാരണം ആർസനിക്ക് തണുപ്പൻ പേഷ്യൻ്റ് ആണല്ലോ, അപ്പോൾ ചൂടെപ്പോഴും ഗ്രേറ്റ്ഫുള്ളാണ്. വളരെ നന്ദിപൂർവ്വം പേഷ്യൻ്റ് ചൂടിനെ സ്വീകരിക്കും. ഇൻ ദ ബവൽസ് വി ഹാവ് മച്ച് ട്രബിൾ. ദിസ് റെമഡി ഹാസ് ഓൾ ദി സിംപ്റ്റംസ് ഓഫ് പെരിറ്റോണിറ്റിസ്, ഡിസ്റ്റൻഷൻ ഓഫ് ദ അബ്ഡോമൻ, എ ടിഫാൻറ്റിക് സ്റ്റേജ്. cannot be handled or touched, yet he will keep moving because he is so restless. തൊടാൻ പാടില്ല, കൈകാര്യം ഒന്നും ചെയ്യാൻ പറ്റില്ല, പക്ഷേ വെറുതെ ഇരിക്കാൻ പറ്റാത്തതും റെസ്റ്റ്ലെസ് ആണ്. He cannot keep still, but finally he becomes so weak that exhaustion takes place in the place of restlessness. ഉണ്ടോ? ആർസനിക്കിൻ്റെ പൊതു അവസ്ഥ തന്നെ, ജനറൽ കണ്ടീഷൻ തന്നെ. Dysentery is likely to come on with involuntary passages of urine. ഡിസെൻട്രി ഒപ്പം തന്നെ യൂറിൻ്റെ ഇൻവോളണ്ടറി പാസേജ് ഉണ്ട്. ആൻഡ് ഫീസസ്, വൺ ഓർ ബോത്ത്, രണ്ടും ഒരുമിച്ചുണ്ടാകാം. ഫീസസ് യൂറിൻ ഒരുമിച്ചുണ്ടാകാം, അല്ലെങ്കിൽ സെപ്പറേറ്റഡ് ഉണ്ടാകാം. വിത്ത് ഹെമറേജ് ഫ്രം ദ ബവൽസ് ആൻഡ് ബ്ലഡി യൂറിൻ, മൊത്തത്തിൽ ബ്ലഡും ഉണ്ടാകാം. ആസ് ദ ബവൽസ് മൂവ് വി ഗെറ്റ് ദ കഡാവറിക് ഓർഡർ ടു ദ സ്റ്റൂൾ. ഉണ്ടോ? സ്റ്റൂളിൽ കഡാവറിക് ഓർഡർ. സ്മെൽ ലൈക്ക് പ്യൂട്ടഡ് ഫ്ലഷ്, ചീഞ്ഞ മാംസത്തിന് മണം. ദ സ്റ്റൂൾ ഈസ് ബ്ലഡി, വാട്ടറി, ബ്രൗൺ ലൈക്ക് പ്രൂൺ ജ്യൂസ്, ബ്ലാക്ക് ആൻഡ് ഹൊറിബിളി ഒഫൻസീവ്. പലത് പ്രൂൺ ജ്യൂസ് പോലെ ബ്രൗൺ ആകാം, ബ്ലാക്കും ഹൊറിബിളി ഒഫൻസീവ് ആകാം. സംടൈംസ് ഡിസെൻട്രിക് ഇൻ ക്യാരക്ടർ വിത്ത് ഡ്രെഡ്ഫുൾ സ്ട്രെയിനിങ് ആൻഡ് ബേണിംഗ് ഓഫ് ദ ആനസ്. എവരി സ്റ്റൂൾ ബേൺസ് ആസ് ദോ there were coals of fire in the rectum. നേരത്തെ പറഞ്ഞ് ആ ബേണിങ് തന്നെ, നേരത്തെ ചെസ്റ്റിലാണ് പറഞ്ഞു, ഇവിടെ ഏനസിൽ. ബേണിങ് ഇൻ ദ ബവൽസ്, ബേണിങ് ഓൾ ദ വേ ത്രൂ, എല്ലായിടത്തും ബേണിങ് ആണ്. ദ പെയിൻ ഇൻ ദ അബ്ഡോമൻ ഈസ് ബെറ്റർ ഫ്രം ദ ആപ്ലിക്കേഷൻ ഓഫ് hot things.
അബ്ഡോമിനിലെ പെയിന്, ഹോട്ട് തിങ്സ് നമ്മൾ നേരത്തെയും പറഞ്ഞു, ഡ്രൈ ഹീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ റിലീഫ്. അത് ഏത് ഒരു റെമഡിയുടെ ജനറൽ കണ്ടീഷൻ ഏത് പാർട്ടിലും അത് ആപ്ലിക്കബിൾ ആണെന്നുള്ളതാണ്. The defined condition is extreme. Sometimes there is a gastroenteritis that takes on a gangrenous character that in older times used to be talked about as gangrene of the bowel. മുൻപ് ബവൽസിലെ ഗാംഗ്രീൻ എന്ന് പറഞ്ഞിരുന്ന അവസ്ഥയാണ്. എ മോർട്ടിഫിക്കേഷൻ ദാറ്റ് ഓൾവേസ് എൻഡഡ് ഇൻ ഡെത്ത്. ആ ഒരു അവസ്ഥ അവസാനം മരണത്തിൽ ചെന്ന് അവസാനിക്കുന്നു. A thick bloody discharge is passed with a horrible odor. All substances are vomited. The patient desires to be in a very warm room. കുട്ടികളെല്ലാം ശ്രദ്ധിക്കുന്ന അവസ്ഥ, വളരെ ചൂടുള്ള മുറിയിൽ കിടക്കണമെന്നുള്ള ആഗ്രഹം. വാണ്ട്സ് ടു ബി വെൽ കവേർഡ്, നന്നായിട്ട് കവർ ചെയ്യണം. വാണ്ട്സ് ഹോട്ട് ആപ്ലിക്കേഷൻ ആൻഡ് വാം ഡ്രിങ്ക്സ്. ലുക്സ് കഡേവറിക് ആൻഡ് സ്മെൽസ് കഡേവറിക്. ഉണ്ടോ ഒക്കെ ജനറൽ കണ്ടീഷൻ തന്നെ. ഏത് ഭാഗത്തെക്കുറിച്ച് പറയുമ്പോഴും അത് തന്നെ വരുന്നത്. ഇത് ഡ്രൈ പഞ്ചൻ്റ് ഓർഡർ ദാറ്റ് പെനിട്രേറ്റ്സ് എവരിത്തിങ്. എന്തിനും തുളച്ചു കയറുന്ന പഞ്ചൻ്റ് ഓർഡർ. ബട്ട് ഇഫ് ഹി വാണ്ട്സ് ദ കവേഴ്സ് ഓഫ് വാണ്ട്സ് എ കൂൾ റൂം. പക്ഷേ ഇത് മറ്റൊരു കാര്യം പറയാം, നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. ഇങ്ങനെയല്ല, ഈ പുതപ്പൊക്കെ മാറ്റണമെന്ന ആഗ്രഹം, കൂൾ റൂം വേണമെന്ന ആഗ്രഹം, ജനൽ തുറന്നിടുന്ന ആഗ്രഹം, വാണ്ട് യു സ്പോഞ്ച് വിത്ത് കോൾഡ് വാട്ടർ, തണുത്ത വെള്ളം കൊണ്ട് തുടങ്ങണമെന്ന ആഗ്രഹം, വാണ്ട്സ് ഐസ് കോൾഡ് ഡ്രിങ്ക്സ്. ഐസ് കോൾഡ് ഡ്രിങ്ക്സാണ് വേണ്ടത്. പക്ഷേ അവിടെ ആഴ്സനിക്കില്ല, സീക്കയിലാണ്. നേരത്തെ പറഞ്ഞിരുന്നു ആഴ്സനിക്കും സീക്കയും തമ്മിലുള്ള ആ ഒരു ഡിസ്റ്റിങ്ഷൻ ഇവിടെയും അത് തന്നെ പറയുന്നു. I want to warn you against the too promiscuous use of arsenic in the summer complaints of young babies. ചെറിയ കുട്ടികളുടെ സമ്മർ കംപ്ലൈൻസിൽ കണ്ണുംപൂട്ടി ആർസനിക് കൊടുക്കുന്ന രീതി പാടില്ല. ഫോർ ഡിസെൻട്രി ആൻഡ് കോളറ ഇൻഫൻറ്റ, ഇതിനൊക്കെ കണ്ണുംപൂട്ടി ആർസനിക് കൊടുക്കുന്നതിനെ കുറിച്ച് അതിനെതിരെ എൻ്റെ മുന്നറിയിപ്പ് തരികയാണ്. ആർസനിക്കിൻ്റെ ജനറൽ കണ്ടീഷൻസ് കാണിച്ചില്ലെങ്കിൽ വെറുതെ കണ്ണുംപൂട്ടി ആർസനിക് കൊടുക്കരുത്. എന്താണെങ്കിലും ഡിസെൻട്രി ആയാലും കോളറ ഇൻഫൻറ്റമായാലും എന്തായാലും. There are so many little symptoms that are so common to these complaints that if you do not look out and are not warned, you will be likely to give your patient arsenic. Suppress some of this. അപ്പോൾ കൃത്യമായിട്ട് നോക്കിയില്ലെങ്കിൽ വെറുതെ ഈ ഡിസെൻട്രിയുടെ ഈ വയറിളക്കമൊക്കെ കണ്ടുകൊണ്ട് കണ്ണും പൂട്ടി ആർസനിക് കൊടുക്കാനുള്ള ടെംപ്റ്റേഷൻ ഉണ്ടാകാം. ജനറൽ സിംറ്റംസ് ഇല്ലാത്ത അവസ്ഥയിലും ഈ സമ്മർ കംപ്ലൈൻറ്റ്സ് യങ് ബേബീസിലൊക്കെ ആർസനിക് കൊടുക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാകാം. പക്ഷേ അതുകൊണ്ട് എന്താ സംഭവിക്കുക? സപ്രസ് സം ഓഫ് ദ സിംറ്റംസ്, ചേഞ്ചിങ് ദ ആസ്പെക്ട് ഓഫ് ദ കേസ്. അപ്പോൾ പാർഷ്യലി സിമിലർ ആയിട്ടുള്ള മരുന്നുകൾ കൊടുക്കുകയും ആവർത്തിച്ച് കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ആ സിംറ്റംസ് സപ്രസ് ചെയ്യുകയും ചേഞ്ചിങ് ദ ആസ്പെക്ട് ഓഫ് ദ കേസ്, ആ കേസിൻ്റെ ആസ്പെക്ട് തന്നെ മാറ്റിക്കളയുകയും, സോ ദാറ്റ് യു കനോട്ട് ഫൈൻഡ് എ റെമഡി ഫോർ ഇറ്റ്. അതിൻ്റെ കറക്റ്റ് റെമഡി കണ്ടെത്താൻ പറ്റാത്ത തരത്തിൽ സ്യൂഡോ സിംറ്റംസ് ആയിരിക്കും പിന്നെ വരുന്നത്. ആൻഡ് യെറ്റ് നോട്ട് ക്യൂർ ദ കേസ് വിത്ത് ആർസനിക്. ആർസനിക്കിൽ ക്യൂർ ചെയ്യാൻ പറ്റില്ല. ഇത് മാത്രമല്ല അതിൻ്റെ കറക്റ്റ് സിംറ്റം പിന്നീട് കണ്ടെത്താൻ പറ്റാത്ത തരത്തിൽ അതിൻ്റെ ആസ്പെക്ട് തന്നെ മാറ്റിക്കളയും. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ടൊരു മുന്നറിയിപ്പാണ് എൻ്റെ ഇവിടെ തരുന്നത്. നമ്മൾ കൃത്യമായ ടോട്ടാലിറ്റി എടുക്കാതെ വെറുതെ എന്തെങ്കിലുമൊക്കെ കണ്ടുകൊണ്ട് കണ്ണും പൂട്ടി എന്തെങ്കിലുമൊക്കെ മരുന്ന്, ആർസനിക്കുന്നല്ല എന്തെങ്കിലുമൊക്കെ മരുന്ന് കൊടുക്കാനുള്ള ഒരു ടെൻഡൻസിക്കെതിരെയുള്ള ശക്തമായിട്ടുള്ള വാണിംഗാണ്. അതുകൊണ്ട് കേസ് പരാജയപ്പെടുന്നത് മാത്രമല്ല പിന്നീട് ഹീൽ ചെയ്യാൻ പറ്റാത്ത തരത്തിൽ അതിൻ്റെ ആ കോഴ്സ് ഓഫ് കണ്ടിപ്പേഷ്യൻ്റ് അല്ലെങ്കിൽ അതിൻ്റെ ആസ്പെക്റ്റ് തന്നെ മാറിപ്പോകും. പിന്നീട് മറ്റൊരു ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ തെറ്റായ സംസാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു പേഷ്യൻ്റ് വരുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ മുൻപ് ചികിത്സയെ കഴിഞ്ഞാൽ വരുന്നെങ്കിൽ അതിനു മുമ്പ് എന്തായിരുന്നു അവസ്ഥ എന്ന് അന്വേഷിച്ചറിയുന്നതിൻ്റെ പ്രാധാന്യം കാണിക്കും. ഇത് പ്രാക്ടീസിൽ പലപ്പോഴും പരാജയങ്ങൾ സംഭവിക്കുന്ന കാരണങ്ങളാണ് എന്നോട് പറയുന്നത്. പലപ്പോഴും പറയാറുണ്ട് ഹോമിയോപ്പതി പഠിച്ചിറങ്ങുന്നവരിൽ വളരെ ചുരുക്കം പേരെ പ്രാക്ടീസിൽ വിജയിക്കുന്നുള്ളൂ. എന്തുകൊണ്ടാണ് പരാജയപ്പെടുന്നത്? അതിന് കൂടുതൽ കാരണങ്ങൾ അന്വേഷിച്ചുകൊണ്ടാണ്. അതിൻ്റെ പ്രധാന കാരണം പീക്ക് എന്ന് പറയുന്നത് തന്നെയാണ്. ശരിയായ രീതിയിൽ കേസ് സ്റ്റഡി ചെയ്യാതെ
പാർഷ്യലായിട്ട് കേസ് എടുത്തുകൊണ്ട് എന്തെങ്കിലും കൊടുത്ത് അതും റിപ്പീറ്റ് ചെയ്ത് കൊടുത്തുകൊണ്ട് ആ കേസിനെ തന്നെ ഹീലിംഗ് കിട്ടില്ലെന്ന് മാത്രമല്ല കേസിനെ തന്നെ നശിപ്പിച്ച് കളയാം. അപ്പോൾ എങ്ങനെ അങ്ങനെ ഒരു ഡോക്ടറത്തേക്ക് പിന്നീട് ആളുകൾ വരും? അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നിങ്ങളുടെ പ്രാക്ടീസിൻ്റെ വിജയത്തിന് അത്യന്താപേക്ഷിതമായ പല കാര്യങ്ങളും ഈ പുസ്തകത്തിൽ നിന്ന് കിട്ടും. There is a strong tendency to be routine. അതെല്ലാം എന്ത് പറയുന്നത്? Routine prescription and give arsenic without a sufficient number of generals being present. Sufficient number of generals, ഒരു 4-5 generals എങ്കിലും ഇല്ലാതെ ഒരു മരുന്നിൽ നിങ്ങൾ കൺഫേം ചെയ്യരുത്. That is, if you give it all particulars and don't know the generals of the case, അങ്ങനെ ജനറൽസ് ഇല്ലാതെ പർട്ടിക്കുലേഴ്സ് മാത്രം എടുത്ത് നിങ്ങൾ കൊടുത്താൽ അത് ചിലപ്പോൾ താൽക്കാലിക ശമനം ഉണ്ടായിരുന്നിരിക്കും, പക്ഷേ ലോങ് ടേമിൽ നിങ്ങൾക്ക് പ്രാക്ടീസിൽ വിജയിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നന്നായിട്ട് സ്റ്റഡി ചെയ്യുക, മെറ്റീരിയൽ നന്നായിട്ട് സ്റ്റഡി ചെയ്യുക. മെഡിക്കൽ ഫിലോസഫിയുടെ നല്ലൊരു അറിവിൻ്റെ ഒരു പശ്ചാത്തലം നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കുക. ആ പശ്ചാത്തലത്തിൽ വെച്ചുകൊണ്ട് മെറ്റീരിയൽ നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് കേസ് എടുക്കുക. ഈ പുസ്തകത്തിൻ്റെയൊക്കെ മഹത്വം നിങ്ങളുടെ പ്രൊഫഷണൽ മനസ്സിലാക്കുന്ന അപ്പോഴാണ്. The medicine is full of diarrhea and dysenteric symptoms. In these conditions, there will be the pallor, the anxiety, the cadaveric aspect, and the cadaveric odors. In the dysentery, there is most distressing and frequent urging to stool. ഏറ്റവും ഡിസ്ട്രസിങ് ആയിട്ടുള്ള അർജിങ് സ്റ്റൂൾ, ഫ്രീക്വൻ്റ് ആയിട്ടുള്ള അർജിങ് സ്റ്റൂൾ ഉണ്ടാകാം. സ്കാൻഡി, സ്ലിമ്മി, ബ്ലാക്ക്, ഫ്ലൂയിഡ്, ഇങ്കി സ്റ്റൂൾസ് വിത്ത് കഡാവറിക് സ്മെൽ. Great prostration, restless and pallor. In the bowel troubles in low forms of disease, the stool becomes involuntary stools. Low forms of disease, involuntary are. This is a condition of the rectum, the relaxation of the rectum. ഇത് ആർസനിക്കിൻ്റെ ജനറൽ സിംറ്റം. മറ്റു തരത്തിൽ അത് എക്സിബിറ്റ് ചെയ്യുന്നതാണ്. ആ ഒരു പ്രൊസ്ട്രേഷൻ തന്നെ, ആ പ്രൊസ്ട്രേഷൻ റക്തത്തിൽ അതിൻ്റെ അവിടുത്തെ മസിൽസിൽ അതിൻ്റെ റിലാക്സേഷനായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നതാണ്. അതൊരു ജനറൽ കണ്ടീഷണൽ മാനിഫെസ്റ്റേഷൻ തന്നെയാണ് ഉണ്ടോ. ഗ്രേറ്റ് പ്രൊസ്ട്രേഷൻ. Involuntary stool generally indicates either local or general exhaustion, and in this remedy there is a terrible exhaustion, so that there is involuntary diarrhea in typhoid and in low forms of zymotic disease, involuntary urine. അപ്പോൾ ഇൻവോൾട്ടറി ഡയറിയ, ഇൻവോൾട്ടറി യൂറിനൊക്കെ ഉണ്ടാകുന്നത് ഈ പ്രൊസ്ട്രേഷൻ്റെ തന്നെ ഒരു മാനിഫെസ്റ്റേഷനാണ്. പർജിങ് ഈസ് സംടൈംസ് പ്രസൻറ്റ് ഇൻ ആർസനിക്. ദഹിക്കാതെ പാൽ ദഹിച്ച സാധനങ്ങൾ പുറത്തു പോകുന്നത് ചിലപ്പോൾ ആർസനിക് കാണാം. ബട്ട് ജനറലി ഈ ഡസ് നോട്ട് ഹാവ് മച്ച് പർജിങ്. പൊതുവേ അങ്ങനെ പർജിങ് ഇല്ല. ഈ പാതി ദഹിച്ച സാധനങ്ങൾ പുറത്തു വരിക, ഛർദ്ദിച്ച് പുറത്തു വരിക എന്നത് ആർസനിക്ക് സമയം വല്ലപ്പോഴും ഉണ്ടാകാം. പക്ഷെ അത് പോഡോഫൈലത്തിലാണ്. പോഡോഫൈലത്തിൽ ഫോസ്ഫോറിക് ആസിഡിലാണ് കൂടുതൽ പ്രൊമിനൻ്റ്. സച്ചാസ് വി ഫൈൻഡ് പോഡോഫൈലം ഫോസ്ഫോറിക് ആസിഡ്. ഇതിൽ കാണുന്ന പോലുള്ള പർജിങ് ആർസനിക്ക് ഇല്ല. Usually there will be little frequent gushes, little spurts with the flatus and the great exhaustion that occurs in cholera. Little spurts with mucus, slimy whitish stools. Arsenic is not so commonly indicated in cholera. Cholera is അത്ര കോമൺ അല്ല ആർസനിക്കം. ഡ്യൂറിങ് ദ ഗഷിംഗ് പീരീഡ് അതിൻ്റെ ആ ഒരു വളരെ രൂക്ഷമായിട്ടുള്ള അവസ്ഥയിൽ ആർസനിക് ഇല്ല. But sometimes after the gushing is over and the vomiting and purging have passed, leaving the state of extreme exhaustion. ഇതെല്ലാം കഴിഞ്ഞ് ഒരു എക്സ്ട്രീം എക്സോഷൻ, ആ ഒരു ഫ്രസ്ട്രേഷനിലേക്ക്, കഡാവറിക് കണ്ടീഷനിലേക്ക് പോകുന്നൊരവസ്ഥ, അവിടെയാണ് ആർസനിക്ക്. അല്ലാതെ വയറിളക്കം കണ്ടു, കോളറ കണ്ടു, ഉടനെ ആർസനിക്ക് എന്ന് ചിന്തിക്കരുത്. ആ ഒരു ആർസനിക്കിൻ്റെ കണ്ടീഷൻ ഉണ്ടോ? വി ഹാവ് എ സ്റ്റേറ്റ് ദാറ്റ് അപ്പിയേഴ്സ് ലൈക്ക് കോമ ഉണ്ടോ. കോമയിലേക്ക് എത്തുന്നൊരവസ്ഥ, കോമയിലെത്തിയ ആ ഒരു അവസ്ഥയിലാണ് ആർസനിക്കിൻ്റെ റോള് വരുന്നത്. ദ പേഷ്യൻ്റ് ലുക്സ് ഓൾമോസ്റ്റ് ആസിഫ് ഡെഡ്. ആസിഫ് ഡെഡ്, മരിച്ചതുപോലെ തോന്നിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഒരു
ഒരു എൻഡ് സ്റ്റേജ്, ആ സ്റ്റേജിലേക്കാണ് ആർസനിക്കിന് ഇൻഡിക്കേഷൻ വരുന്നത്. അല്ലാതെ ഇത് കാണുമ്പോൾ തന്നെ ആർസനിക്കാന്ന് വിചാരിക്കരുത്. എക്സെപ്റ്റ് ദാറ്റ് ഹീ ബ്രീത്ത്സ്, അതായത് ബ്രീത്ത് ചെയ്യുന്നു എന്നല്ലാതെ ജീവൻ ഒരു ലക്ഷണമില്ല. ഉണ്ടോ? രോഗി ശ്വസിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ മരിച്ച അവസ്ഥ തന്നെ. വി ഫൈൻഡ് ദെൻ ദ ആർസനിക്കം വിൽ എസ്റ്റാബ്ലിഷ് റിയാക്ഷൻ. അപ്പോൾ അങ്ങനെ ശ്വസിക്കുക എന്നുള്ളതല്ലാതെ ജീവൻ്റെ ഒരു ലക്ഷണമില്ലാത്തൊരവസ്ഥയിൽ ആർസനിക് വിൽ എസ്റ്റാബ്ലിഷ് റിയാക്ഷൻ, ആ വൈറ്റൽ റിയാക്ഷൻ, പേഷ്യൻറ്റിൻ്റെ വൈറ്റാലിറ്റി റിയാക്ട് ചെയ്ത് തുടങ്ങും. ആ ഒരു അവസ്ഥയിൽ ആർസനിക് കൊടുക്കുന്നത്. അല്ലാതെ പ്രിമച്ചറായിട്ട് ആർസനിക് കൊടുത്ത് അത് വഷളാക്കരുത്. നേരത്തെ പറഞ്ഞ പോലെ ആ കേസിൻ്റെ ആസ്പെക്ട് പോലും കളയരുത് എന്നാണ് പറയുന്നത്. അവിടെയൊക്കെ മറ്റ് പല മരുന്നുകളും ഇപ്പോൾ പറഞ്ഞെങ്കിൽ പറയുന്ന പോലെ പോഡോഫൈലം, ഫോസ്ഫോറിക് ആസിഡ്, അതേപോലെ പല മരുന്നുകളും അത്തരം സ്റ്റേജിലുണ്ടാകാം. പക്ഷേ എക്സ്ട്രീം എക്സോഷൻ വന്ന് ലുക്സ് ഓൾമോസ്റ്റ് ആസ് എ ഡെത്ത് എക്സെപ്റ്റ് ദാറ്റ് ബ്രീസ്, ശ്വസിക്കുന്നു മാത്രം. ആ ഒരവസ്ഥയിൽ ആർസനിക്കം ആ രോഗിക്ക് ജീവൻ കൊടുക്കും, ആ വൈറ്റൽ റിയാക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യും. കോളറ ഇൻഫൻറ്റം വിത്ത് ഗ്രേറ്റ് പ്രൊസ്ട്രേഷൻ, സിങ്കിങ് ആൻഡ് കഡാവറിക് അപ്പിയറൻസ്, ഗ്രേറ്റ് കോൾഡ്നസ് covered with cold sweat, cold extremities, cold as death, cadaveric, sickly, foul, pungent, penetrating odor in the room from the feces and urine and even of what is vomited. അപ്പോൾ എന്ത് ഛർദ്ദിച്ചാലും മനഃശോധന ഉണ്ടായാലും മൂത്രത്തിലൊക്കെ ആർസനിക്കിൻ്റെ ആ ഒരു ജനറൽ കണ്ടീഷൻ, പഞ്ചൻ്റ് ഓർഡർ, പെനിട്രേറ്റിംഗ് ഓർഡർ. ദ പാസേജസ് ഫ്രം ദ ബവൽസ് ആർ ആക്യുറേറ്റ് എക്സ്കോറിയേറ്റിംഗ്, കോസിങ് റെഡ്നെസ് ആൻഡ് ബേണിങ്. ഇപ്പോൾ ചെറിയ ഇൻഫൻസ് കുട്ടികളെ കാണാൻ ഇങ്ങനെ ഏനസിൻ്റെ അവിടെ ചുവന്ന് അവിടെ തൊലിയൊക്കെ ഇങ്ങനെ ദ്രവിച്ച അവസ്ഥ. വെരി ഓഫൺ ദ ബേണിങ് എക്സ്റ്റെൻസ് ഇൻ ദ ബവൽസ്, ആ ബേണിങ് ബവൽസിലേക്ക്, ഏനസിൽ നിന്ന് ബവൽസിലേക്ക് കടക്കുന്നു, എക്സ്റ്റെൻഡ് ചെയ്യുന്നു. ദ റെക്ടം ആൻഡ് ഏനസ് ബേൺ, സ്മാർട്ടിങ് ഓൾ അബൌട്ട് ദ ഏനസ്. ഇറ്റ് ഹാസ് ടെനസ്മസ്, പെയിൻഫുൾ, അൺബെയറബിൾ അർജിങ്, സഹിക്കാൻ പറ്റാത്ത അർജിങ്. Great distress in the lower bowel, in rectum and anus. Terrible state of anxiety. അവിടെ ആങ്സൈറ്റി വരുന്നു. Of the patient, and the patient is so violent and the suffering so intense. അത്രയ്ക്ക് ഇൻറ്റൻസ് സഫറിങ്, കണ്ടു നിൽക്കാൻ പറ്റുന്നത് സഫറിങ്ങാണ്. The anguish so intense, ഭയങ്കരമായ മാനസിക വേദന, മാനസിക ഭയം, ആംഗിഷ്. That he can think of nothing but death. മരണത്തെക്കുറിച്ചല്ലാതെ മറ്റൊന്നിനെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടോ? ആർസനിക്കിൻ്റെ കണ്ടീഷൻ വരുന്നത് അവിടെയാണ്. വളരെ വിലപ്പെട്ട, വളരെ ഗുരുതരമായ അവസ്ഥകളിൽ ജീവൻ കൊടുക്കുന്ന വിലപ്പെട്ട ഒരു ഔഷധമാണ്. അതിനെ വളരെ സില്ലിയായിട്ടും അതിൻ്റെ ഒരു പ്രിമച്ചർ കണ്ടീഷനിൽ ഉപയോഗിക്കുക എന്നുള്ളൊരു മുന്നറിയിപ്പാണ് കെൻഡ് ഈ ഭാഗത്ത് നമുക്ക് തരുന്നത്. അവിടെയൊക്കെ പ്രയോഗിക്കാൻ പറ്റുന്ന മറ്റ് ധാരാളം ഔഷധങ്ങളുണ്ട്, അത് കണ്ടെത്തുക. മരണത്തെക്കുറിച്ചല്ലാതെ മറ്റൊന്നും ചിന്തിക്കാൻ പറ്റുന്ന അവസ്ഥയിൽ ദ ഫിയർഫുൾനെസ് ആൻഡ് ഫ്രൈറ്റ്ഫുൾ ഫീലിങ്സ് ആർ സച്ച് ആസ് ഹി ഹാസ് നെവർ എക്സ്പീരിയൻസ് ഇൻ ഹിസ് ലൈഫ്. ജീവിതത്തിൽ ഒരിക്കലും ഇതിനു മുമ്പ് ഒരിക്കലും അനുഭവിച്ചിട്ടില്ലാത്തൊരു ആംഗ്വിഷ്, അഗണി ഒക്കെയാണ് വരുന്നത്. ആൻഡ് ഹി ഫീൽസ് കോൺഫിഡൻറ്റ് ദർ മീൻസ് ഹീ ഈസ് ഗോയിങ് ടു ഡൈ. ഞാൻ മരിക്കുമെന്നുള്ള കാര്യത്തിൽ അയാൾ കോൺഫിഡൻ്റ് ആണ്. സാധാരണ കോൺഫിഡൻസ് അല്ല, മരിക്കുമെന്നുള്ള കാര്യത്തിൽ കോൺഫിഡൻസ്. This, like all other complaints, is attended with restlessness. No, restlessness avadeyundu. And when not at stool, he is walking the floor, going from bed to chair and from chair to bed. നമുക്ക് നേരത്തെ പറഞ്ഞ അവസ്ഥ തന്നെ. കിടക്കുകയല്ല, അല്ലെങ്കിൽ കക്കൂസിലല്ല എങ്കിൽ ഈ അസ്വസ്ഥമായിട്ട് നടക്കുക തന്നെ, അല്ലെങ്കിൽ പ്രശ്നപ്പെട്ട അവസ്ഥ. He will get on the stool and then back to the bed. Then he is hurried to stool again. Sometimes he loses it. അപ്പോൾ നേരത്തെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞു, കസേരയിലിരിക്കുന്നു, കിടക്കയിലേക്ക് പോകുന്നു, നടക്കുന്നു. ഇവിടെ അങ്ങനെയല്ല. ബവൽസിൻ്റെ വയറിളക്കം ആണെങ്കിൽ കക്കൂസയിൽ പോകുന്നു, വീണ്ടും വരുന്നു, നടക്കുന്നു. ഈ പോണ വഴി കിടക്ക് അറിയാതെ വയറ്റിൽ പോവുകയും ചെയ്യാം. Sometimes there is a chronic hemorrhoidal state with burning. Chronic hemorrhoidal state ഉണ്ടാകാം, അവിടെയും ബേണിംഗ് ഉണ്ട്. ആൻഡ് ദ ഹെമറോയിഡ്സ് പ്രൊട്രൂഡ് വെൻ അറ്റ് സ്റ്റൂൾ. ഈ ഹെമറോയിഡ് പുറത്തേക്ക് തള്ളി വരുന്നു. ഈസ് മച്ച് എക്സോസ്റ്റഡ് ആഫ്റ്റർ ഗെറ്റിംഗ് ബാക്ക് ഇൻ ടു ബെഡ് ആഫ്റ്റർ എ സ്റ്റൂൾ.
with these protruding lumps which are like grapes. ഉണ്ടോ, പുറത്തേക്ക് തള്ളി വരുന്ന ലംസ് മുന്തിരിക്കുല പോലെ ഇരിക്കുന്ന അത്. ആൻഡ് ഫീൽ ലൈക്ക് കോൾസ് ഓഫ് ഫയർ. ഉണ്ടോ, ഈ മുന്തിരിക്കുല പോലെ ഇരിക്കുന്ന ഈ ഹെമറോയിഡ്സ് പുറത്തേക്ക് തള്ളി വരുന്നു, തീ കണ്ണിൽ കോരിയിട്ട പോലുള്ള പൊള്ളൽ. There are hot, dry and bleeding. Fissures of the rectum that bleed at every stool. ഓരോ തവണ സ്റ്റൂൾ പാസ് ചെയ്യുമ്പോഴും ബ്ലീഡ് ചെയ്യുന്ന ഫിഷേഴ്സ് വിത്ത് ബേണിംഗ്. ഇച്ചിങ് ആൻഡ് എക്സിമാറ്റസ് എറപ്ഷൻസ് അബൌട്ട് ദ ഏനസ് വിത്ത് ബേണിംഗ്. ഉണ്ടോ, ബേണിംഗ് എല്ലായിടത്തും വരുന്നു. This kind of pain may be felt anywhere in the body. ഇത്തരം പെയിൻ എവിടെയും ബോഡിയിൽ എവിടെയും ഉണ്ടാകാം. ബേണിംഗ് ഈസ് ക്യാരക്ടറിസ്റ്റിക് ഓഫ് ആർസനിക്. സ്റ്റിച്ചിങ് ഈസ് ക്യാരക്ടറിസ്റ്റിക് ഓഫ് ആർസനിക്. കുത്തുന്ന പോലുള്ള ബേണിംഗ് ആയിട്ടുള്ള പോലുള്ള അത്തരം പെയിൻസ് ആർസനിക്കിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ആണ്. നൗ പുട്ട് ദീസ് ടുഗദർ. ഇതെല്ലാം കൂട്ടിച്ചേർത്ത് വായിക്കാം. ആൻഡ് ദ പേഷ്യൻ്റ് ഓഫൺ ഡിസ്ക്രൈബ്സ് ഇറ്റ് ആസ് ബീയിങ് stuck with red hot needles all over him. ഈ വേദനയും കുത്തലും പൊള്ളലും എല്ലാം കൂടി ചേർത്ത് ഒറ്റയടിക്ക് പറയുകയാണ്, പേഷ്യൻ്റ് പറയുകയാണ്, ചുട്ടുപഴുത്ത സൂചികൾ ശരീരം മുഴുവൻ കുത്തി നിറച്ച പോലെ. ഉണ്ടോ, അവിടെ വേദനയുണ്ട്, കുത്തുന്ന ഫീലിംഗ് ഉണ്ട്, ചൂടുണ്ട്, എല്ലാം കൂടി വരും. ചുട്ടുപഴുത്ത സൂചികൾ ശരീരം മുഴുവൻ കുത്തി നിറക്കുന്ന പോലുള്ള വേദന. This red hot sensation, which is a common feature all over, is felt at the anus and especially when there are hemorrhoids. Hemorrhoids ഉണ്ടാകുമ്പോൾ ഇത് സവിശേഷമായിട്ടുണ്ടാകാം. Burning and sticking like hot needles in the hemorrhoids. All over body ഉണ്ട്, ഈ ഹെമറോയിഡ്സിലും ഹോട്ട് നീഡിൽസ് കുത്തി തിറക്കുന്നതുള്ള വേദന. നമുക്ക് ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കേൾക്കാം. നിങ്ങൾക്ക് ഈ പരമ്പര ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഇത് ദയവായി മറ്റുള്ളവരുമായി ഷെയർ ചെയ്യുക. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം.